സർ, റഷ്യൻ പ്രസിഡന്റ് പുടിൻ എത്തുകയാണ്. പുടിൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഒരു കരാറിൽ, തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. റീലോസ് എന്താണത്? പുടിൻ ഒപ്പുവെച്ചു എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം അത് റഷ്യയുടെ പാർലമെൻറ്റായ ഡൂമ അത് അംഗീകരിച്ചു. ഡൂമ അംഗീകരിച്ചിട്ട് ഡൂമയുടെ സ്പീക്കർ വലോഡിൻ പറഞ്ഞു, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ചിരപുരാതനമായ ബന്ധം അതിശക്തമാക്കുകയും വളരെ നിർണായകമായ നിലയിലേക്ക് മാറുകയും ചെയ്യുന്ന അതീവ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരാറാണ് റീലോസ് എന്ന് പറയുന്നത്. എന്ത് സ്പീക്കർ പറഞ്ഞു. സ്പീക്കർ പറയുന്ന ഈ റീലോസിൻ്റെ പൂർണ്ണരൂപം റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ലോജിസ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ വല്ല വണ്ടിയോ ഗതാഗതവുമായി ബന്ധപ്പെട്ട എന്നൊക്കെയാണ് പെട്ടെന്ന് വ്യാഖ്യാനം. അങ്ങനെയല്ല, ഇതൊരു സൈനിക കരാറാണെന്നാണ് ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ കാലത്തെ ബന്ധമുണ്ട്, ദീർഘമായ ബന്ധമുണ്ട്, ആയുധങ്ങൾ നൽകി സഹായിക്കുന്നുണ്ട്. ഇന്ത്യക്കൊരു ആവശ്യം വന്നപ്പോൾ 71 യുദ്ധസമയത്ത് അമേരിക്കയുടെ 7th ഫ്ലീറ്റ് 7ാം കപ്പൽപ്പട പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യക്ക് നേരെ വന്നപ്പോൾ USSR, അന്നത്തെ സോവിയറ്റ് യൂണിയൻ 11ാമത്തെ അവരുടെ 11th ഫ്ലീറ്റ് അയച്ചാണ് അമേരിക്കയെ ഓടിച്ചത്. അങ്ങനെ വലിയ ബന്ധം സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ തന്നെ ഇന്ത്യയുമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റീലോസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കേണ്ടത് അടുത്ത കാലത്ത് വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലൊരു കരാറിലെത്തി, പ്രതിരോധ കരാർ. പാകിസ്ഥാനെ ആരെങ്കിലും തൊട്ടാൽ സൗദിയെ തൊട്ടതുപോലെയാണ്, സൗദിയെ തൊട്ടാൽ പാകിസ്ഥാനെ തൊട്ടതുപോലെ അങ്ങനെ പരസ്പരം അവർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായും സൗദി അറേബ്യ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ഒരുപാട് ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് സങ്കീർണമായൊരു പ്രശ്നമാണ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ പാകിസ്ഥാനുമായി ഉള്ളതിനേക്കാൾ ഇത് വളരെ ഗാഢമായൊരു ബന്ധമുണ്ട്. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ളൊരു മതപരമായ ബന്ധമാണ്. അതല്ലാതെ വലിയൊരു ബന്ധം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, അന്ന് പാകിസ്ഥാൻ ഈ കരാറ് സൗദി അറേബ്യയുമായി ഏർപ്പെട്ടപ്പോൾ ആഹ്ലാദിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് സങ്കടം വരുന്നൊരു കരാറാണ്. കാരണം നമ്മൾ സങ്കല്പിക്കുക, ഇന്ത്യയിലെ ഒരു തുറമുഖത്തേക്ക് പാകിസ്ഥാൻ ഡ്രോണാക്രമണം നടത്തുന്നു. ഡ്രോണാക്രമണം നടത്തിയാൽ നമ്മൾ തിരിച്ചടിക്കുമല്ലോ. നമ്മൾ തിരിച്ചടിക്കുന്നതിന് പകരം റഷ്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ എങ്ങനെയിരിക്കും? അത്ഭുതകരം. അതെങ്ങനെ സംഭവിക്കുന്നു ചോദിക്കും. അപ്പോൾ റീലോസിൻ്റെ ഭാഗമായി സംഭവിക്കാൻ പോകുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലും എല്ലാ എയർബേസുകളിലും വിമാനത്താവളങ്ങളിലും റഷ്യൻ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും നിർബാധം വന്നിറങ്ങാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ, ഇന്ത്യയിലെ എയർബേസുകളിൽ ഇനി മുതൽ റഷ്യൻ വിമാനങ്ങളും കപ്പലുകളും റഷ്യൻ പട്ടാളക്കാരും ഉണ്ടാവും. അതേപോലെ തന്നെ റഷ്യയുടെ തുറമുഖങ്ങൾ, റഷ്യയുടെ എയർബേസുകൾ അത് ഇന്ത്യക്കും നിർബാധം ഉപയോഗിക്കാം. അപ്പോൾ നമുക്കറിയാം, രാജ്യങ്ങൾ തമ്മിലൊരു വിമാന സർവീസുണ്ട്, കപ്പൽ സർവീസൊക്കെ ഉണ്ട്. പക്ഷേ മിലിറ്ററി കപ്പലുകളും സൈനിക വിമാനങ്ങളും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ സങ്കീർണമായ ഒരുപാട് പെർമിഷൻസ് വേണം. അത് സിവിൽ വിമാനങ്ങൾ പോകുന്ന പോലെയല്ല. അതിന് ഭരണ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സൈനിക വിമാനങ്ങൾക്ക് പറന്ന് മറ്റ് രാജ്യാതിർത്തിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യം ഇന്ത്യക്കും റഷ്യക്കും വേണ്ട. റഷ്യയുടെ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിലും വരാം, നമുക്ക് അങ്ങോട്ടും പോകാം. അത് മാത്രമല്ല, അത് ഒന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ബോംബെയിലോ വിശാഖപട്ടണത്തോ ഒരു റഷ്യൻ യുദ്ധക്കപ്പൽ കിടക്കുകയാണ്. ആ സമയത്ത് പാകിസ്ഥാന് നമ്മുടെ തുറമുഖത്തെ ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് കിട്ടുകയാണ്. അപ്പോൾ റഷ്യൻ പട്ടാളം ഇനി ഇന്ത്യയിലുണ്ടാവും. അപ്പോൾ മാത്രമല്ല, റഷ്യക്ക് വലിയ ഗുണമാണ്. റഷ്യ ഗ്ലോബൽ പട്രോളിംഗ് നടത്തുന്ന രാജ്യമാണ്. കാരണം ലോകത്തിൻ്റെ സൂപ്പർ പവറാണ്. അതുകൊണ്ട് ലോകത്തെമ്പാടും പോയി ഇവർക്ക് പറന്ന് നടന്ന് ആകാശ നിരീക്ഷണം നടത്തണം, കപ്പലുകൾ പോകണം, കടലിനടിയിൽ കൂടെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ അന്തർവാഹിനികൾ, കപ്പലുകൾ, വിമാനങ്ങൾക്ക് നിർബാധം പറന്നു പോകണം. പക്ഷേ അത്ര ദൂരം പറക്കാനുള്ള ഫ്യൂവലൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ പറന്നു പോകുന്ന വഴിക്ക് നേരെ ഇന്ത്യയിൽ ഇറങ്ങി ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പെട്രോളും ഡീസലും അല്ല, ഏവിയേഷൻ ഫ്യൂവലാണ് അടിച്ചിട്ട് റഷ്യൻ വിമാനങ്ങൾക്ക് പോവാം, ഇന്ത്യൻ വിമാനങ്ങൾക്ക് പോവാം. അപ്പോൾ അത് വലിയൊരു സൈനിക കരാറാണ്. അതിലൊക്കെ ഒരു നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഹൂട്ട എന്ന് പറയുന്ന ആണവ കേന്ദ്രം പാകിസ്ഥാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കെ അതിനു മുമ്പ് ഇറാൻ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ആണവ കേന്ദ്രം തകർത്തു. എന്നിട്ട് ഇറാൻ നേരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, ഈ കഹൂട്ട അവരുണ്ടാക്കുകയാണ്, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വന്ന് അടിച്ച് പൊളിച്ചേക്കാം, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഞങ്ങളുടെ വിമാനം വരുമ്പോൾ അത് റീഫ്യൂൽ ചെയ്യണം, അതിന് ഇന്ധനം അടിച്ച് തന്നാൽ മതി തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ ഇവനെ പൊളിച്ചിട്ട് ഞങ്ങൾ പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു, പറ്റത്തില്ല, അത് വേണ്ട, പാകിസ്ഥാനെ അങ്ങനെ ഉപദ്രവിക്കേണ്ട. പാകിസ്ഥാനോട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളോട്, മുസ്ലിം മതത്തോടുള്ളൊരു മമതയുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാവില്ലായിരുന്നു.
അത് അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഇനി റഷ്യക്ക് നിർബാധം ഇത് ഉപയോഗിക്കാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഉപയോഗിക്കാം, റഷ്യക്ക് ഉപയോഗിക്കാം. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെ നമ്മുടെ രാജ്യത്തിന് അധിക ഒരു സുരക്ഷാ കവചം വന്നിരിക്കുന്നു. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ എല്ലാ തുറമുഖങ്ങളിലും കൊണ്ട് ഓരോ റഷ്യൻ കപ്പൽ നിർത്തിയാൽ മതി. വേറെ ആരും വന്ന് തൊട്ടാൽ, കാരണം റഷ്യയുടെ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ അത് റഷ്യയുടെ കൊടിയും വെച്ച് പോകുമ്പോൾ അത് റഷ്യ തന്നെയാണ്. ഏതൊരു രാജ്യവും അവരുടെ ഫ്ലാഗ് വെച്ചാണ് പോകുന്നത്. ആ കപ്പലുകളെ, യാനങ്ങളെ കണക്കാക്കുന്നത് ആ രാജ്യമായിട്ടാണ്. ആ കപ്പലുകളെ ആക്രമിച്ചാൽ ആ രാജ്യത്തെ ആക്രമിച്ചതുപോലെ കണക്കാക്കാം. അപ്പോൾ ഇന്ത്യൻ തുറമുഖത്ത് ഒരു റഷ്യൻ യുദ്ധക്കപ്പൽ വന്ന് കിടക്കുന്നു, അതിന് നേരെ ഒരു മിസൈലോ ഡ്രോണോ വന്നാൽ റഷ്യയെ ആക്രമിച്ചിട്ട് തുല്യമായിട്ട് മാറും. അപ്പോൾ അത് വലിയ പ്രത്യാഘാതം. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇനി ഇന്ത്യയെ ഒന്നും മാന്താൻ പോലും രണ്ട് വട്ടം ആലോചിക്കേണ്ടി വരും. ഇനി നമുക്കുള്ള പ്രയോജനങ്ങൾ നോക്കുമ്പോൾ, ഒന്ന്, ഇപ്പോൾ GPS-ൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അമേരിക്കയുടെയാണ് GPS ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായി ഒരു GPS പോലെ ഉള്ള ഒരു സംവിധാനം വികസിപ്പിക്കാൻ വരുന്നേ ഉള്ളൂ. 10-15 വർഷം എടുക്കും. നമുക്ക് ചെറിയ തോതിൽ ഒരു സംവിധാനമുണ്ട്. 1500 കിലോമീറ്റർ റേഞ്ച് വരെയുള്ള സൈനിക ആവശ്യങ്ങൾക്കും കടലിലെ മീൻപിടുത്തക്കാർക്കൊക്കെ സഹായിക്കുന്നുണ്ട്. ഒരു കപ്പൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന സ്വന്തം ഒരു GPS സംവിധാനം നമുക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും സമ്പൂർണ്ണമായി ലോകം മുഴുവൻ കവർ ചെയ്യുന്ന സംവിധാനം നമുക്കില്ല. GPS-ൻ്റെ തന്നെ ഇപ്പം GPS സ്പൂഫിങ് നടക്കുന്നുണ്ട്. വിമാനങ്ങൾക്ക് വഴിതെറ്റുന്നു, വിമാനങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ GPS-നെ ആശ്രയിച്ച് ഇനി അധികകാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ സംവിധാനം ഉണ്ടായി വരുന്നവരെ നമുക്ക് റഷ്യക്കുണ്ട് ഗ്ലോനോസ് എന്ന് പറയുന്ന അവരുടെ സ്വന്തം സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കരാർ റീലോസ് ഒപ്പുവെക്കുന്നതോടെ ഗ്ലോസ്നോസ് പരിധിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അമേരിക്കയെ നമ്മൾ ആശ്രയിക്കേണ്ട. നമ്മൾ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ മലമുകളിലിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ കണ്ടെത്തി അവരെ ട്രേസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി GPS അമേരിക്കയോട് ചോദിച്ചു. അമേരിക്ക തന്നില്ല, ഓർക്കണം. അപ്പോൾ അത് മാറിയിട്ട്, ആ ഡിപ്പെൻഡൻസി മാറിയിട്ട് ഇനി നമുക്ക് ഗ്ലോസ്നോസ് എന്ന് പറയുന്ന റഷ്യയുടെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആർട്ടിക് മേഖല എന്ന് പറയുന്ന കിഴക്ക് പടിഞ്ഞാറ് മേഖല, ആർട്ടിക് മേഖലയിൽ സമ്പൂർണ്ണമായി റഷ്യയുടെ ആധിപത്യമാണ്. ആർട്ടിക് സമുദ്രം റഷ്യയുടെ കയ്യിലാണ്. അപ്പോൾ അവിടേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് അങ്ങനെ പോകാനും പറ്റില്ല. അന്ന് റഷ്യയുടെ സമുദ്രപരിധിയാണ്, നിയന്ത്രണത്തിലുള്ളതാണ്. മാത്രമല്ല അവിടെ കൂറ്റൻ ഹിമാനികളാണ്, മഞ്ഞുപാളികളാണ്. ഈ മഞ്ഞുപാളികളെ ബ്രേക്ക് ചെയ്ത് പോകുന്ന കപ്പലുകൾ, ഐസ് ബ്രേക്കിംഗ് ഷിപ്സ്, ലോകത്തെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കിംഗ് ഷിപ്പുകളും ഏറ്റവും കൂടുതലുള്ളത് റഷ്യക്ക് മാത്രമാണ്. അപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ ആർട്ടിക് മേഖലയിലെ തുറമുഖങ്ങളിലേക്ക് വളരെ അനായാസം കടന്നു പോകാൻ പറ്റും ഈ കരാറിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ നമ്മുടെ കപ്പലുകൾ പോകുമ്പോൾ റഷ്യൻ ഹിമഭേദിനി കപ്പലുകൾ വന്ന് ഐസ് മുറിച്ച് മാറ്റി നമുക്ക് വഴി തുറത്തും. അപ്പോൾ നമുക്ക് ആർട്ടിക് മേഖലയിൽ പര്യവേഷണം നടത്താം. അതിലെയുള്ള ഷോർട്ട് റൂട്ട് വഴി നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ലോജിസ്റ്റിക് ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു വലിയ ഗുണം ഉണ്ടാകുന്നുണ്ട്. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട കാര്യം, ഈ ആഗോള പട്രോളിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. റഷ്യ ആഗോള പട്രോളിംഗ് നടത്തുമ്പോൾ അവരുടെ ബോംബറുകൾ, സബ്മറീൻസ്, ഷിപ്സ് ഇതെല്ലാം കൂടെ പോകുമ്പോൾ നമ്മൾ അവർക്ക് ഈ സപ്പോർട്ട് കൊടുക്കുക വഴി കിട്ടാവുന്നൊരു കാര്യം, റഷ്യക്ക് ഈ ആഗോള പട്രോളിങ്ങിൻ്റെ ഭാഗമായി കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഇൻ്റലിജൻസ് ഇൻപുട്സ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മൾ സഹായിക്കുകയാണ്. ഇത് നേരെ തിരിച്ച് നമുക്ക് ഇതേ സംവിധാനങ്ങൾ റഷ്യയും തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യക്ക് സൈനികമായി ഇന്ത്യക്കൊരു പുതിയ ആർമർ, പടച്ചട്ട അണിയിക്കുന്നതിന് തുല്യമായ ഒരു കരാറാണ് അത് റീലോസ്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും റഷ്യയും തമ്മിൽ മുമ്പുണ്ടായിരുന്ന ചേരിചേരാ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എക്കാലത്തും സോവിയറ്റ് യൂണിയനോട് ഒരാഭിമുഖ്യം അന്നു മുതലേ ഉണ്ടായിരുന്നു. ചേരിചേരാ നയം എന്നൊക്കെ പറയുമെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊരു സൈനിക കരാറിലൂടെ അതൊന്നും ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. സൈനിക കരാറാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയാൻ പറ്റില്ല. ഒരു സൈനിക കരാറിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സിവിൽ സ്വഭാവത്തിലുള്ള കരാറാണ് റീലോസ്. സൈനികമായും ഉപയോഗപ്പെടുത്താൻ പറ്റും. തീർച്ചയായും ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിലുണ്ടാകുന്ന മാറ്റം കണക്കിലെടുത്ത് നമ്മളത് സൈനികമായി തന്നെ പരസ്പരം നമ്മൾ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത. കാരണം ബ്രിക്സിലൊക്കെ നമ്മുടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ഇത് മാത്രമല്ല ഏറ്റവും രസകരമായ കാര്യം, ഇത്തരം ചില വ്യവസ്ഥകൾ റഷ്യയും ചൈനയും തമ്മിലുണ്ട്. അപ്പോൾ ഇന്ത്യ, റഷ്യ, ചൈന ആക്സിസ് കൂടുതൽ ബലപ്പെടുന്നതിൻ്റെ കൂടെ ലക്ഷണമായിട്ടാണ് ഈ റീലോസിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ ഒരു വലിയ തന്ത്രപ്രധാനമായ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ പോലും മാറ്റം വരുത്തുന്ന സൈനിക സഹകരണം പോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ
റഷ്യയിൽ ഡ്യൂമ എന്ന് പറയുന്ന അവിടുത്തെ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് ഇത് അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം വരാം. ഒരുപക്ഷെ ഇതിൻ്റെ വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിദ്വാൻ ഇത് പാർലമെൻറ്റ് അംഗീകരിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് വിവരമില്ല. ഭരണഘടന എന്ന് പറഞ്ഞൊരു കൊച്ചു പുസ്തകം പൊക്കി കാണിക്കുന്നു എന്നല്ലാണ്ട് ഈ ഭരണഘടനയ്ക്കകത്ത് എന്താ ഉള്ളതെന്ന് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭരണഘടന ആർട്ടിക്കിൾ 73 പറയുന്നത് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾ പാർലമെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിലും പാർലമെൻറ്റിനുള്ള ആ അധികാരങ്ങൾ സെൻട്രൽ ക്യാബിനറ്റിന് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കരാറുകളിൽ ഒപ്പിടാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ച് ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി നിൽക്കുന്നു. അമേരിക്ക ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഈ താരിഫ് ഏർപ്പെടുത്തിന് ശേഷം നമ്മുടെ കറൻസിക്ക് ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്ന ദിവസമാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. പുടിൻ വരുന്ന ദിവസം അങ്ങനെ ഒരു ചെറിയ ഒരു വീഴ്ച, ഒരു ആഘാതം നമുക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മളത് മറികടക്കും. ഏതായാലും അത്തരം ഒരു സാഹചര്യത്തിൽ പുടിൻ വരുമ്പോൾ അതിന് വലിയ ശ്രദ്ധയുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സമ്മിറ്റിൻ്റെ 23ാമത്തെ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ് പുടിൻ വരുന്നത്. പുടിൻ വന്നിറങ്ങുമ്പോൾ തന്നെ എന്തൊക്കെയായിരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിൽ സംസാരിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ചില ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രെംലിൻ്റെ വക്താവായ ദിമിത്രി പെസ്കോവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ട്രേഡിനെക്കുറിച്ച് സംസാരിക്കും, എണ്ണയുടെ വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കും. അതുകൂടാതെ ഇന്ത്യ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. S-500 പ്രൊമിത്യൂസ് എന്ന് വിളിക്കുന്ന S-500 ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സന്നാഹമാണ്. S-400 തന്നെ ഏറ്റവും മികച്ചതാണ്. അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊമിത്യൂസ് ആ വെർഷൻ S-500 ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. അത് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ധാരണയിലെത്തും. പിന്നെ മാത്രമല്ല S-400ൻ്റെ ഒരു 5 യൂണിറ്റുകൾ 5 സ്ക്വാഡ്രണുകളിൽ കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ 5 തന്നു. 5 ആവശ്യപ്പെട്ടതിൽ 3 ഡെലിവറി ചെയ്തിട്ടുള്ളൂ, 2 ഡെലിവറി ചെയ്തിട്ടില്ല. അത് ഈ വർഷം 2026 അത് നമുക്ക് കിട്ടുമെന്നാണ് കരുതുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ S-400ൻ്റെ 5 സ്ക്വാഡ്രണുകളും S-500 കൂടെ നമുക്ക് കിട്ടുന്നതിൽ ചർച്ചയുണ്ടാകും. അതുകൂടാതെ Su-57 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട റഷ്യയുടെ യുദ്ധവിമാനം അത് നമുക്ക് തരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. ഓഫർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച 5ാം തലമുറ വിമാനമാണ് Su-57 സുഖോയ് 57. അത് ഇന്ത്യക്ക് തരാം എന്നും മാത്രമല്ല അതിൻ്റെ ടെക്നോളജി തരാം, അതിൻ്റെ മെയിൻ്റനൻസ് തരാം, അത് ഇന്ത്യയിൽ ഉണ്ടാക്കാം എന്നുള്ള വളരെ വിശാലമായ ഒരു വാഗ്ദാനം കൂടെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും റീലോസ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം നേരത്തെ പറഞ്ഞതിന് പുറമെ നമ്മുടെ സൈന്യത്തിന് നിരന്തരമായ ട്രെയിനിങ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാവും, സംയുക്ത അഭ്യാസങ്ങളുണ്ടാവും, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ വരുമ്പോൾ റഷ്യൻ സേന ഇപ്പോൾ നമ്മൾ വയനാട് പോലെയുള്ള ഒരു ദുരന്തമുണ്ടായാൽ ഒരുപക്ഷെ NDRFനും സൈന്യത്തിനുമൊപ്പം നാളെ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് റഷ്യൻ ആർമിയും കൂടെ ഉണ്ടാവാം. തിരിച്ച് റഷ്യക്കുണ്ടായാൽ ഇന്ത്യൻ സേനയും പോകും. അങ്ങനെ വളരെ വിശാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള വലിയൊരു പ്രതിരോധ കരാർ. അതിലൂടെ പലതവണ ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മോദി ഇന്ത്യക്കാർക്ക് ഒരു റഷ്യൻ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പുതിയ വാർത്തകൾ, മറ്റാരും പറയാത്ത വാർത്തകൾ പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ ലൈവ് നടത്തുന്നത്. അതിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.